ഈ ഡ്രസ്സ് കണ്ട് നോക്കണ്ട. ഇതെന്റെ ദേശീയവസ്ത്രമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കയ്യിലെ കമ്പി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി പോയതാ. 3 മാസമായേ. മാത്രം മിഡാക്കിലാണ് ഞാൻ പോവാറ്. അപ്പോൾ റിട്ടൈനർ ടൈറ്റ് ആക്കാൻ വേണ്ടി പോകുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. ഡാഡിയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഫാൻസി വാങ്ങായിരുന്നു. കുപ്പിവള, കാശ്മീരി കുപ്പിവള. അതാണ് ഇപ്പോൾ ട്രെൻഡിങ്. പക്ഷെ എൻ്റെ സൈസിൽ കിട്ടിയില്ല. ഞാനൊരുപാട് ചെക്ക് ചെയ്തു, ബട്ട് കിട്ടിയില്ല. ദെൻ ഇതാണ് എൻ്റെ ഒരു ഖജനകഥ. നാളേക്കുള്ള ഡ്രസ്സാണ്. ഇത്രയും ദിവസം, അതായത് ഒരു 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 ഒന്ന് രണ്ട് മാസം മുന്നേ വാങ്ങി വെച്ച ക്ലോത്താണ്. ബട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ അടിച്ചിട്ടില്ല. ഞാനതിങ്ങനെ വെച്ച് 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 അതിനെ പൂജിക്കാൻ വെച്ച് അവസാനം സത്യം പറഞ്ഞാൽ ഞാനെല്ലാം അടിക്കാറ്. എൻ്റെതൊന്നും എൻ്റെതൊക്കെ സ്റ്റിച്ച് ചെയ്യാറ് എൻ്റെ ഉമ്മാണ്. പക്ഷെ ഭാഗ്യവശാൽ നമുക്കിപ്പോൾ വയ്യ, കുറച്ച് ഒരു ഹെൽത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനാണ് അടിക്കുന്നത്. ഞാനിതടിക്കാൻ ഒരു വക്കെടുത്ത് മാറ്റി, മറ്റേ വക്കെടുത്ത് മാറ്റി, ഇതിങ്ങോട്ട് വെച്ച് അതിങ്ങോട്ട് വെച്ച് ഒരുമാതിരി എന്താ പറയുക, വല്ലാതൊരവസ്ഥയിലാണ്. പിന്നെ എൻ്റെ എന്താ പറയുക, കോൺഫിഡൻസിന് ഒരു കുറവില്ലല്ലോ. അതിങ്ങനെ ദിവസം കൂടുന്തോറും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് തന്നെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇന്നലെ ഒരു അപാര ഡാൻസും പാട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നു. കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നലെ കളിച്ച് തിമിർത്ത് ഉഷാറാക്കി വന്നതാണ്. അപ്പോൾ സൗണ്ടൊക്കെ ടോട്ടലി പോയി കിടക്കാണ്. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വരുന്നതാണ്. ഞാൻ ആ സമയത്തായിരിക്കും അപ്ലോഡ് ചെയ്യുക. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് പാൻറ്റിൻ്റെ ഒരു ഭാഗം അടിക്കണത് കണ്ടാൽ വേറെ എന്തോ ഫാഷൻ ഡിസൈനിങ് എന്തോ ചെയ്യുന്ന പോലെയാണ്. നൈറ്റ് നട്ടപ്പാതിരാക്ക് 12 മണി 13 മണി അല്ല 12 മണി 1 മണി ആ സമയത്താണ് ചെയ്യുന്നത്. പിറ്റേന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ തന്നെയാണോ അടിക്കല്, അല്ലെങ്കിൽ ഇതിലെന്തേ വ്യത്യാസമുണ്ടോ, ഇത് തെറ്റുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചെടുക്കാം. ഒരു വട്ടം അടിച്ച പാൻറ്റാണ്. അതന്നെ 10 വട്ടം ഞാൻ നൂലയച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. മെഷീനൊക്കെ ഒന്ന് മാറ്റണം. പഴയ മെഷീനത് നല്ല ട്രെൻഡിങ് സാധനമൊക്കെ വരുത്താനുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. ഞാനെവിടെ പോയിട്ട് പഠിച്ചതൊന്നല്ല. ഞാൻ ഉമ്മ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ച് തുടങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഒരുപാടൊന്നും അറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു നീങ്ങത്തിൽ അങ്ങോട്ട് അടിക്കാനോ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് അടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് ചോദിക്കരുത് ഇത് എനിക്കിടാനാണോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇടാനാണെന്ന്. ലൈക്ക് ആനക്കിടാനുള്ളതാണോ. ഇതാണപ്പോൾ പാൻറ്റിൻ്റെ അവസ്ഥ. പെരിയണമെന്നില്ല, ഇതിൽ ഇലാസ്റ്റിക് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടി. പിന്നെ ഇവിടെ ഒരു മാങ്ങ അടിക്കുന്ന മാംഗോ ഫ്രഷ് റോ മാംഗോ അടിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് എൻ്റെ അനുജൻ. എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഇവനാണ് എനിക്ക് റീച്ച് തരുന്നത്. ഇതാണ് കുടുംബസ്നേഹി എന്ന് പറയുന്നത്. കുടുംബത്തിലുള്ളതാണ് എന്തെങ്കിലും സ്നേഹമുള്ളവനാണ്. മറ്റുള്ളവർ റീച്ച് തന്നില്ലേ എൻ്റെ വീഡിയോ ഇവനങ്ങോട്ട് കേറ്റി കത്തിക്കുന്നുണ്ട്. ആര്യൊക്കെ അയച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിൽ വന്നിട്ട് ട്രോളാൻ വേണ്ടിയിട്ടുള്ള സാധനം തോന്നുന്നുണ്ട് ഇടിപ്പിക്കുന്നത്. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ സ്ഥിരിത്തു നല്ല പിളപിളോ തിളങ്ങണ കണ്ടില്ലേ, വൈരം കല്യാണത്തിലേക്കുള്ള മൈലാഞ്ചി പക്ഷേ ടെസ്റ്റ് ഉണ്ട് ഗൈസ്. ചുവന്നില്ല, തീരെ ചുവന്നില്ല. ഞാൻ എന്തിനോ വേണ്ടി കോപ്രായം കാട്ടിയിട്ടതാ, പക്ഷെ ചുവന്നില്ല. ബായ്.